ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു മലബാർ സ്റ്റൈൽ കരിമീൻ പൊള്ളിച്ചതുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് സ്റ്റൈലും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5 കരിമീനാണ് എടുത്തിട്ടുള്ളത്. അതിനു മുന്നേ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളല്ല കുക്ക് ചെയ്യുന്നത്. അതാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് ഹോട്ടലുകളിലും മറ്റും വെച്ചിട്ട് നല്ല ഒരാളാണ് നമുക്കിത് ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മീൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കത്തി മൂർച്ച കൂട്ടുകയാണ്. നമ്മൾ ഈ വെള്ളത്തിൽ വെച്ച് ഈ കരിമീൻ്റെ ചെകിള കളയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനോ അതുപോലെ തന്നെ നമ്മുടെ മേത്ത് തെറിക്കാതാനോ അത് സഹായിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കരിമീൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ ചിറകുകളൊക്കെ കളയാണ്. കരിമീൻ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം. ഒരുപാട് എക്സ്പീരിയൻസുള്ള ഒരാളാണ് നമുക്കിതാക്കി തരുന്നത്. കരിമീൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു കരിമീൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പയ്യന്നൂർ കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് ഇത് വാങ്ങിച്ചത്. കുറച്ച് റിസ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വയറിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ആ മീനിൻ്റെ ഉള്ളിൽ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതൊരു വെള്ളത്തിൽ കഴുകുകയാണ്. നന്നായിട്ട് കഴുകണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകും കേട്ടോ. ഇതിപ്പോൾ വൃത്തിയാക്കിയ പാട് കഴുകുന്നതാണ്. അപ്പോൾ നന്നായി കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കരിമീൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതെന്ത് ചെയ്യണം, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരയിടണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. ഈ ഒരു രീതിയിൽ തന്നെ വരയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ച് കഴിയുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ വിനാഗിരി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിവിടെ 2 മൂടി വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഇനി നമ്മുടെ മീനിലോട്ട് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ടോ കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മീനിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു മഞ്ഞൾപ്പൊടി ആവണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ നമുക്കത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഈ വാഴയില നമുക്ക് പറിക്കാം. അത് പറിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാം, മസാലയാക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിയണം കേട്ടോ, എന്നാലേ നമുക്ക് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. തക്കാളി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ പറിച്ചു വെച്ച വാഴയില നമുക്ക് ക്ലീൻ ചെയ്യാം.
അപ്പോൾ ഒരു തുണി എടുത്തിട്ട് ഞാനിവിടെ അതിൻ്റെ മുകളിലോട്ട് ഉരക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു, ഈ വാഴയില ചൂടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചൂടാക്കിയിട്ടാണ് തുടക്കുന്നത്. ഇനി നമുക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് പോവാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് മൂത്ത ശേഷം ഇഞ്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായി അരിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. നെക്സ്റ്റ് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുന്നേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പാണ്. ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉള്ളി കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ഏകദേശം വഴഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. മൂടി തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഇനി നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് വേവ് അധികമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മസാല കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ ഉണ്ടാക്കുന്നത് ആ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കരിമീൻ ആയതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്. വേറെ എന്തെങ്കിലും മീനിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുരുമുളക് പൊടി അത്ര നിർബന്ധമല്ല. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മസാലയിൽ ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു പുളി രുചി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് 5 മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇലയിൽ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ 5 ഇലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ജസ്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കാം. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് മീൻ വെക്കണം. ഇനി നമ്മുടെ മീനെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്തിനാണ് 2 ആയിട്ട് ആ മസാല വിഭജിച്ചതെന്ന്. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കണം. ഇനി നമുക്കിത് വാഴക്കയർ എടുത്തിട്ട് കെട്ടിവെക്കാം. നന്നായിട്ട് ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വേണം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കെട്ടിവെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഈ ബാക്കിയുള്ളതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. നമുക്കിനി ഇത് മൂടി വെക്കാം. ഞാനിവിടെ പാനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മറിച്ച് വിടാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ആക്കാം. ഏകദേശം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. പൊളിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.